കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യയിൽ പ്രതി റമീസിന്റെ മാതാപിതാക്കളെയും പ്രതി ചേർത്തുവെന്ന വാർത്ത. റമീസിന്റെ പിതാവ് റഹീം 2ാം പ്രതിയും മാതാവ് ഷരീഫ 3ാം പ്രതിയുമാണ്. ഇരുവർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ മരണത്തിൽ വനിതാ കമ്മീഷനും കേസെടുത്തു. പോലീസിനോട് വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടിക്കഴിഞ്ഞു. വിവരങ്ങളുമായി ലാൽകൃഷ്ണൻ തത്സമയം ചേരുകയാണ്. ലാൽകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് നസ്കീൻ. നമ്മൾ ഇന്നലെ ഈ വാർത്ത ചർച്ച ചെയ്തതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് ഇവരെ പ്രതിയെടുത്തിരിക്കുന്നത്. 3 പേരെയാണ് പ്രതിയെടുത്തിരിക്കുന്നത്. റമീസിൻ്റെ മാതാപിതാക്കളെ കൂടാതെ ഒരു സുഹൃത്തിനെ കൂടി ഈ കേസിൽ പ്രതിയെടുത്തിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണാകുറ്റം ആണ് ഉള്ളത്. ഈ സുഹൃത്ത് ഈ മർദ്ദിക്കുന്നതും ഇവരെ പ്രഷർ ചെയ്യുന്നത് കണ്ടിട്ടും അതിൽ ഇടപെട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉള്ളത്. മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ സഹദ് എന്ന് പറയുന്ന ഈ സുഹൃത്തിനെ കുറിച്ച് പരാമർശവുമുണ്ട്. മാതാപിതാക്കൾ ഈ മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്തി അത് കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ മാതാപിതാക്കളും പ്രതികളായി വരുന്നത്. പക്ഷേ മാതാപിതാക്കൾ ആ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ ഒളിവിലാണ് എന്ന കാര്യം നമ്മുടെ റാഫി കരീം വീട്ടിൽ തന്നെ പോയി റിപ്പോർട്ട് ചെയ്തിരുന്നു. അവരെ ട്രേസ് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ എവിടെയാണെന്ന് അറിയില്ല. എന്തായാലും സഹദിനെ ഇന്ന് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്ത് തൊട്ടു പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് തീരുമാനം. ഇതിന് പിന്നാലെയാണ് വനിതാ കമ്മീഷൻ നിലവിൽ ഈ കേസ് റിപ്പോർട്ട് തേടിക്കൊണ്ട് കോതമംഗലം പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വമേധയാണ് വനിതാ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ അന്വേഷണ റിപ്പോർട്ടുകളും വ്യക്തമാക്കണം എന്നുള്ളതാണ് വനിതാ കമ്മീഷന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.